ഒരു ജേർണലിസം ഫീൽഡിൽ നിന്ന് ഇപ്പോൾ ഒരു ആർട്ട് ഫീൽഡിലോട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് ജേർണലിസ്റ്റ് ആവുക എന്നുള്ളത് അതല്ലെങ്കിൽ ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു ബേസിക്കലി എൻ്റെ ഒരു ആഗ്രഹം. ഡയറക്ടർ മാക്സിമം പ്രഷർ കുറച്ച് കൊടുത്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും, പ്രൊഡ്യൂസർക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞ ബജറ്റിൽ ഇത് തീർത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പേഴ്സണലി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തുക എന്നുള്ളതും ടാസ്ക്കാണ്. സമീർക്കയും ഷൈജുക്കയൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരുന്നു. ഒരു കോടിക്കണക്കിന് ഉറുപ്പ്യ വരേണ്ട ഒരു സെറ്റ് 5 പൈസ ചെലവാക്കാതെ ഒരു റിയൽ സെറ്റിനകത്ത് പോയി ഹാഫ് ടൈമിൻ്റെ അകത്തും മാച്ച് തുടങ്ങുന്നതിന് മുന്നേ വളരെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് മൾട്ടിപ്പിൾ ക്യാമറ വെച്ചിട്ടാണ് സാധനം അവർ ടാക്കിൾ ചെയ്തത്. ഒരു മഴ പെയ്താൽ ഇന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കോൾ ഒരു ആർട്ട് ഡയറക്ടർക്കാണ്. ആർട്ടിസ്റ്റിന്റെ എങ്കിൽ ആർട്ട് ഡയറക്ടർക്കാണ് ഒരു കോൾ. ഇതിലൊക്കെ നമ്മളൊരു പ്രോപ്പർട്ടി പോലും പർച്ചേസ് ചെയ്യുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്തിട്ടില്ല. അത് മുഴുവൻ ഇയാളൊരു യുണീക്ക് സ്റ്റൈൽ ഓഫ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദി സെറ്റ്സ്, സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയിലെ സെറ്റ് എങ്ങനെയാണെന്നോ സിനിമ എങ്ങനെ വർക്ക് ആവുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ആനന്ദം ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഇതായിരിക്കും. ദ വേ വി അപ്രോച്ച് തിങ്സ്. മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ സ്ക്രാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഹ്യൂജ് സെറ്റ് വരെ പണിതിട്ടുണ്ടായിരുന്നു. എന്ന് സ്വന്തം പുണ്യാളെല്ലാം പള്ളി നമ്മൾ ആ സ്ക്രാപ്പ് ഉപയോഗിച്ചാണ് പണിതത്. ബീങ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ളതും ബീങ് എൻ ആർട്ട് ഡയറക്ടർ എന്നുള്ളതും വേറെ തന്നെയാണ്. കുറെ കൂടെ ടെക്നിക്കലി കൺസ്ട്രെയിൻ ആണ് ആർട്ട് ഡയറക്ടർ ആകുക എന്നുള്ളത്. കാരണം ഒരു സെറ്റ് തന്നെ വേറെ സിനിമയുടെ സെറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിലൊരു ഐഡിയ.